തൃശൂർ ചെമ്പൂക്കാവൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ശാസ്ത്ര സാങ്കേതിക മേള ടെസ്പോ 2024 സംഘടിപ്പിച്ചു. മേള തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ ശ്രീജിത്തിന് ആദരവ് നൽകിയത് ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി വാർഡ് മെമ്പർ ആൻഡോ തൊറയിൽ. കോട്ടയം പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറേര ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. വികാരി തോമസ് പനക്കുകുഴി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ അനശ്വര സ്മാർട്ട് അംഗനവാടി പ്രവർത്തനം ആരംഭിച്ചു. അംഗനവാടി നിർമ്മാണം മുൻ MP TN പ്രതാപന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ എറവ് അഭ്യുദയ കൂട്ടായ്മയുടെ 38ാം വാർഷികവും കുടുംബ സംഗമവും നടന്നു. സംഗമ C കുഞ്ഞികൃഷ്ണമേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തൃശൂർ മാടക്കത്ര മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും INTUC നേതാവുമായ OS രവീന്ദ്രന്റെ 5ാം ചരമവാർഷികം ആചരിച്ചു. ചടങ്ങ് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടപ്പാൾ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിലെ രാജഗോപുരത്തിന്റെ ശിലാസ്ഥാപനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനം ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി PM മനോജ് എമ്പ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷനായി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വേണമെന്ന ആവശ്യവുമായി AITUC പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും ആവശ്യം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നടന്നത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സമാപിച്ച സിറോ മലബാർ സിനഡിൽ.